നശിച്ചു പോകേണ്ട നമ്മളെ, തകർന്നു പോകേണ്ട നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ ദൈവസന്നിധിയിലാക്കി വെച്ചിരിക്കുമ്പോൾ വേണ്ട ദൈവമായി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കാരണം എന്നെ ദൈവം സ്നേഹിച്ച്, എന്നെ ദൈവം കരുതി, എന്നെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാക്കി അത്രത്തോളം ശ്രേഷ്ഠകരമായ പദവി, യോഗ്യരല്ലായിരുന്നു എങ്കിലും ദൈവം നമ്മളെ അയോഗ്യരായി കിടന്നവരെ യോഗ്യരാക്കി ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിച്ച് നിൽക്കുമ്പോൾ തിരിച്ച് ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടേതായ തിരക്ക് കാരണം പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മളെ വളരെ ഉണർത്തുന്ന, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 5-ാം അധ്യായം. ആ അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒരു ഉപമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ആ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നു. എന്നാൽ ആ വാക്യങ്ങളെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു അധ്യായത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകാനിടയായിത്തീരും. അവിടെ ഇപ്രകാരം കാണുന്നു: ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം എനിക്ക് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്: എല്ലാം ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ അവിടെ 3-4 വാക്യങ്ങൾ നോക്കുമ്പോൾ, ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിക്കുവിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്തു ചെയ്യാനുള്ളൂ? അതായത് ചോദിക്കുന്നൊരു ചോദ്യമാണ്: ഞാൻ സകലതും ചെയ്തു, ഇതല്ലാതെ ഞാൻ എന്താണ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം? അതായത് അങ്ങനെ നിങ്ങളോടൊരു വ്യക്തി പറയുകയാണ്, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഒരു ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അങ്ങനെ ആഗ്രഹത്തോടായിരിക്കുമ്പോൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്തിട്ടും വേണ്ടതുപോലെ ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുമാത്രം വേദനയായിരിക്കും ഉണ്ടാകുന്നത്. ആ ഉടമസ്ഥന് എന്തുമാത്രം വേദന ഉണ്ടാവും. ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. ഇനിയും ഇതിൽ കൂടുതൽ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഇനി അതിൽ ഞാൻ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ആഗ്രഹം അതിൻ്റെ പിൻപിലുണ്ട്. കാത്തിരിക്കുക, നാളുകളായപ്പോൾ അധികം താമസിക്കേണ്ട, റിസൾട്ട് വരാൻ സമയമായി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമായി എന്ന്, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു വിഷയത്തിന് മറുപടി കിട്ടും, അങ്ങനെ വളരെ കാത്തിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ലഭിക്കുന്നെങ്കിൽ എന്തുമാത്രം വേദന ഉണ്ടാവും. ഇവിടെ ഒന്ന് തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പാപത്തിലായിരുന്നു. ആ പാപിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് സ്നേഹിക്കാനിടയായിത്തീർന്നു. ഈ ഒരു ഭാഗം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഇവിടെ കാണാൻ കഴിയുന്നത് പാപിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് സ്നേഹിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. പാപിയായിരുന്നു, അതായത് യോഗ്യതയില്ലായിരുന്നു എങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് നമ്മളെ വേർതിരിച്ച് ദൈവത്തിൻ്റെ ജനമാക്കി ദൈവം നമ്മളെ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം വേദന ദൈവത്തിനുണ്ടാവും, എന്തുമാത്രം പ്രയാസം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, അങ്ങനെ ദൈവം നമ്മളെ അവിടെ നിന്ന്, അതായത് നശിച്ചു പോകേണ്ട നമ്മളെ, തകർന്നു പോകേണ്ട നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ ദൈവസന്നിധിയിലാക്കി വെച്ചിരിക്കുമ്പോൾ വേണ്ട ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ എന്തുമാത്രം വേദന ഉണ്ടാവും. ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഒന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മളൊന്ന് മടങ്ങി വരാൻ സമയമായി. അതായത് ഈ ദിവസങ്ങളിലൊന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. ദൈവമേ, അങ്ങ് ആഗ്രഹിച്ച പോലെ ഒരു ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒന്ന് തുറന്ന് സമ്മതിക്കണം. ദൈവമേ, എനിക്ക് വേണ്ടതുപോലൊന്നും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെ
അങ്ങയുടെ കൃപ മാത്രമാണ്, കൃപയാണ്. ഈ ഒരു ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അസാധാരണമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത്രത്തോളം കൃപ കാണിച്ച് നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം? അതായത് ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്തിട്ടും നമ്മൾ തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെ കൂടുതലെടുക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ പുതിയ കാരണങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ട, ദൈവത്തെ ആരാധിക്കാൻ പുതിയ കാരണങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ട. വന്ന വഴികളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, അതായത് പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്ന് നമ്മളെ ദൈവം സ്നേഹിച്ച് പുത്രനും പുത്രിയും എന്ന വലിയ ശ്രേഷ്ഠകരമായ പദവിയിലാക്കി വെച്ചിരിക്കുക. നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിന് സമർപ്പിച്ച് അങ്ങനെ ഒരു ചുവടെടുത്ത് വെക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, ഞാനും അതിനുവേണ്ടി കൊതിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കുവാനാകട്ടെ.